ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ മാങ്ങയുടെ അച്ചാറിന്റെ റെസിപ്പിയാണ്. അപ്പോൾ എനിക്കറിയാവുന്നതുപോലെ ഞാൻ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ്, ഇടാൻ ലേറ്റ് ആയിപ്പോയി. അപ്പൊ അങ്ങനെ 10 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അപ്പൊ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല നാടൻ മാങ്ങയാണ്. അപ്പൊ ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇനി ഈ മാങ്ങയുടെ മേൽഭാഗത്തുള്ള ഈ തൊലി നമുക്ക് മുറിച്ച് കളയാം. ഇതൊന്നും ആവശ്യമില്ല. ഈ തൊലിയിലൊക്കെ ഈ കറുത്ത് ഇങ്ങനെ ഇരിക്കുമല്ലോ, അപ്പൊ അതൊക്കെ നമുക്ക് മുറിച്ച് കളയാം. ഇതാ കണ്ടില്ലേ, ഇതിൽ കുറെ ഉണ്ട്. അപ്പൊ ഇത് തൊലിയിലേ ഉള്ളൂ, അകത്തൊന്നും പിന്നെ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തൊലിയൊക്കെ നമുക്ക് ഇതുപോലെ ഇരിക്കുന്ന തൊലിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ എല്ലാം വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 10 മാങ്ങയിൽ 4 മാങ്ങ ഞാൻ ഉപ്പിലിടുകയാണ്. മസാലയൊന്നും ഇടാതെ ഉപ്പിലിടാനാണ്. കുറച്ച് മാങ്ങ നമുക്ക് പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അച്ചാറും ആക്കി വെക്കാം. അതിന് ആദ്യം തന്നെ ഞാൻ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് അരിയാണ്. ഇതുപോലെ അരിഞ്ഞിട്ട് പിന്നെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞാൽ മതി. ഇപ്പൊ മാങ്ങ ഇച്ചിരി മൂത്തു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. കുറച്ച് മാങ്ങയല്ലേ, പുളിയും പിന്നെ ഒരു ഇളം മധുരമൊക്കെ ഉണ്ടാകുമ്പോൾ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി ഉപ്പിലിടാൻ ഞാൻ ഇങ്ങനെയാണ് അരിയുന്നത്. വെറും ഉപ്പും പച്ചമുളകും വെള്ളവും ഒഴിച്ചിട്ട് പിന്നെ വെറുതെ ഉപ്പിലിട്ട് വെക്കുമല്ലോ, നമ്മൾ കഞ്ഞിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിനു വേണ്ടിയാണ് ഒരു 4 മാങ്ങ എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞു വെക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ അരിഞ്ഞാൽ മതിയാവും. ഇനി ബാക്കിയുള്ള മാങ്ങ നമ്മൾക്ക് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അച്ചാർ ആക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് അരിഞ്ഞെടുക്കാം. അത് വലുതാക്കി അരിയണമെന്നില്ല, ചെറിയ ചെറിയ ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞെടുത്താലും മതി. കുറച്ചൊക്കെ മൂത്ത് പോയിട്ടുണ്ട്, കുഴപ്പമില്ല. അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു പുളിയും ഒരു മധുരമൊക്കെ ആകുമ്പം ഉപ്പും ഒക്കെ ആകുമ്പോൾ ഒരു ടേസ്റ്റും കൂടിയാണ്. അപ്പൊ അച്ചാറിടാൻ ഞാൻ ഇതുപോലെയാണ് അരിയുന്നത്. എല്ലാവർക്കും ആയിരിക്കും. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഈ ഷേപ്പിൽ അരിഞ്ഞാൽ മതി. ഏത് ഷേപ്പിലും അരിയാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അച്ചാറിടാൻ ഇങ്ങനെ ആയിരിക്കും നല്ലത്. ഇപ്പൊ ചെറിയ പീസാകുമ്പോ നല്ല ഉപ്പും എരിവൊക്കെ പിടിക്കുമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ ഇടുന്നതായിരിക്കും നല്ലത്. എന്താ വെച്ചാല് ഉപ്പ് എല്ലാം പിടിച്ചു വരുമ്പോഴത്തേക്ക് കുറഞ്ഞ പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഉപ്പ് ആദ്യം തന്നെ കുറച്ച് നല്ല പോലെ ഇടുന്നതായിരിക്കും നല്ലത്. ഇനി വേറൊരു ചീനച്ചട്ടിയിലോട്ടേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെക്കാം. ഞാൻ ഒരു 1.5 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് ചൂടായാൽ മതിയാവും. അങ്ങനെ കടുക് പൊട്ടേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടാക്കിയിട്ട് ഇത് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാനാണ്, നമുക്ക് അച്ചാറിലോട്ടേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു 3/4 ടീസ്പൂണോളം ഉലുവയാണ്. ഉലുവ അധികം ചേർക്കണം എന്നില്ല, കയ്പായിരിക്കും. ഇനി അടുത്തത് ഇതിന് ആവശ്യമുള്ള മെയിൻ സാധനമാണ് ജിഞ്ചലി ഓയിൽ. അച്ചാർ ഉണ്ടാക്കാൻ ഓയിൽ കുറച്ച് അധികം തന്നെ എടുക്കണേ.
ഇനി അടുത്തത് ഇതിനാവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ ചൂടായ എണ്ണയിലോട്ടേക്ക് ഞാൻ 2.5 തവി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോൾ മുളക് പൊടി ഒന്നും കൂടി നമുക്ക് നല്ല ബ്രൗൺ കളറായി കിട്ടും. പിന്നെ ഒരു മുളക് പൊടിന്റെ ഒരു പച്ചമണം മാറി കിട്ടും. അപ്പൊ ഇതുപോലെ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നല്ല കളറായിട്ട് കാണില്ലേ. ഇനി ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചൂടായിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ആ ചൂടായ മുളക് പൊടിയിലോട്ടേക്ക് തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് അധികം മൂക്കണമെന്നില്ല. എന്നതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് മാങ്ങ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ മസാലയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണേ. എന്താ വെച്ചാൽ മുളക് പൊടി എല്ലാ മാങ്ങയിലോട്ടേക്കും പിടിക്കണം. എന്നാൽ മാത്രമേ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാം നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ കടുക് ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉലുവാപ്പൊടി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇത് മാങ്ങയൊക്കെ ചൂടുണ്ടാവില്ല, അപ്പൊ ഈ ചൂടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള എണ്ണ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് അച്ചാറ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടിയും കടുകും ഒക്കെ ഇട്ടത് കാരണം വേണമെന്നില്ല, ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. പിന്നെ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആണ്. പിന്നെ ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പും കൂടി കുറച്ച് ഈ സമയത്ത് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കായപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അച്ചാറ് പൊടിയിൽ കായപ്പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഇനി നല്ല പോലെ മിക്സ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഉപ്പും എരിവൊക്കെ പിടിക്കണമല്ലോ. അങ്ങനെ എൻ്റെ മാങ്ങ അച്ചാറും പിന്നെ ഉപ്പിലിടാൻ പോകുന്ന മാങ്ങയും എല്ലാം ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എണ്ണ മേലെ വരത്തക്ക വിധത്തിൽ എണ്ണ ഒഴിക്കണം. എന്നാൽ മാത്രമേ അച്ചാറ് മോശമാകാതിരിക്കുള്ളൂ. കുറേ ദിവസമൊക്കെ നമുക്ക് വെക്കേണ്ടതല്ലേ, അപ്പോൾ പിന്നെ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് രണ്ടും നമുക്ക് ഓരോ ബോട്ടിലോട്ടേക്ക് ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഇനി ബോട്ടിലോട്ടേക്ക് ആക്കി വെക്കാം. ഇതാ കണ്ടില്ല, എണ്ണയൊക്കെ മേൽപോട്ട് വന്നിട്ട്. അപ്പൊ ഇതുപോലെ ഗ്ലാസ്സുള്ള കുപ്പിയിലോട്ടേക്ക് ആക്കുന്നതായിരിക്കും നല്ലത്. പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഒരിക്കലും നമ്മൾ ഈ പുളിയുള്ള സാധനം ഒന്നും ഇട്ട് വയ്ക്കരുത്. അപ്പൊ പിന്നെ എൻ്റെ ഈ അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കൂ. മാങ്ങയുടെ സീസണൊക്കെ കഴിയാറായില്ലേ, അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കൂ. ഇനി നമുക്ക് മാങ്ങ ഉപ്പിലിട്ട് വെക്കാം. അതും ഇതുപോലെ തന്നെ ബോട്ടിലിൽ ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനേ. പിന്നെ ഉപ്പ് കുറച്ച് അധികം ഇടണം, മാങ്ങയ്ക്കൊക്കെ ഉപ്പ് പിടിക്കേണ്ടതാണല്ലോ. പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 7-8 എണ്ണം ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അന്നേരം വേഗം എരിവൊക്കെ പിടിച്ചു കിട്ടും. ഇനി മേലെ പൂപ്പലൊന്നും വരാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉപ്പിലിട്ട മാങ്ങയും ഇവിടെ റെഡിയായി. അപ്പൊ എൻ്റെ ഈ 2 റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കണേ. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.